ഈ ബാധ ഒഴിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. സ്തോത്രം. ബാധ ഒഴിപ്പിക്കുക എല്ലാം ശുദ്ധ തട്ടിപ്പ. സ്തോത്രം. ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ബാധ മാറും, അങ്ങനെ ചിന്തിക്കണ്ട. പുള്ളി പ്രാർത്ഥിച്ചാൽ ബാധ മാറും. പുള്ളി പ്രാർത്ഥിക്കുന്നുള്ള നീ ക്രമീകരണത്തിൽ വന്നെങ്കിലേ ബാധ മാറും. പ്രാർത്ഥിക്കാൻ വരുന്ന പുള്ളിയുടെ വീട്ടിൽ ബാധയാ. പുള്ളിയോട് പേഴ്സണലി വിളിച്ച പാസ്റ്റർ എന്നെ കൊണ്ട് വെച്ചിട്ട് വലിയ പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. പണ്ട് ഞങ്ങളുടെ മാമി പറയും പോലെ ഓർക്കുമ്പോ സഹിക്കാം, പിന്നെ സഹിക്കാൻ മേലാത്ത. ഓർക്കുമ്പോ സഹിക്കാം, പിന്നെ സഹിക്കാൻ മേല. ഈ പ്രാർത്ഥിക്കാൻ നടക്കുന്നവരുടെ വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നമാണ്. ബാഗും തൂക്കി രാവിലെ ഇറങ്ങുന്ന പ്രവാചികമാരുണ്ട്. അവരെ നിങ്ങൾ വ്യക്തിപരമായിട്ട് മുഴുവൻ പ്രശ്നമുള്ളതുകൊണ്ടാണ് കുടുംബത്തിരിക്കാത്ത. അത്ര നേരമെങ്കിലും മനസ്സിന്, ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തി കൊണ്ടല്ല ബാധ മാറുന്നത്. ഒന്ന്, ബാധ വരാതിരിക്കാൻ നോക്കിക്കോണം ദൈവമക്കൾ. സ്തോത്രം. പേരൊന്നും ഞാൻ പറയത്തില്ല. വലിയ കെടികെട്ടിയ പ്രവാചകയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും കാര്യം വെളിപ്പെടുമായിരുന്നു. സ്വന്തം മോടെ കാര്യം വെളിപ്പെട്ടില്ല. മോളൊരു സന്ധ്യക്ക് ഓട്ടോയിൽ കയറി അങ്ങ് പോയി. വേറൊരു മോള് അങ്ങ് പോയി. അത് ഇപ്പൊ അത്രയൊക്കെ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെയും കാര്യം വെളിപ്പെടുമായിരുന്നു. അത് മാത്രം വെളിപ്പെട്ടില്ല. പിന്നെ നമുക്ക് വാക്യമുണ്ട്, എലീശയുടെ കാലത്ത് പറഞ്ഞില്ലേ, യഹോവ എനിക്ക് കാര്യം മറച്ചു വെച്ചു. അങ്ങനെയൊക്കെ തടി തപ്പാം. എനിക്ക് അറിവുള്ളൊരു സഹോദരി ഉണ്ടായിരുന്നു. അത് സ്ഥലമൊന്നും പറയുന്നില്ല. സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ പറയും ദൈവം എനിക്ക് വെളിപ്പെടുത്തിയാന്ന്. എന്നായി നേരത്തെ പറയണ്ടേ? ആ നാട്ടിൽ ആരെയും മരിച്ചു കഴിഞ്ഞാൽ പറയാം ദൈവാത്മാവ് നേരത്തെ പറഞ്ഞ. എന്നാൽ നേരത്തെ പറഞ്ഞു അവിടെയൊക്കെ ചെല്ലണ്ടേ? ഇന്ന വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം, ദൈവം എന്നോട് ഇങ്ങനെ അറിയിച്ചു, നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ എന്റെ മര്യാദ. എല്ലാം സംഭവം നടന്നു കഴിയുമ്പോഴാണ് പറഞ്ഞത് ഇതൊക്കെ ദൈവം എന്നോട്. ഈ പിച്ചും ഭ്രാന്തും പറഞ്ഞു നടക്കുന്നത് ധാരാളമുണ്ട്. ഇങ്ങനെ കണ്ടമാനം നടക്കുന്നതിനൊന്നും വിളിച്ച് വീട്ടിൽ കയറ്റരുത്. അങ്ങനെ കയറിയാൽ തന്നെ അതൊരു ബാധയാണ്. പിന്നെ അത് പോകുകയില്ല. കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ദിനചര്യ പോലും ചെയ്യാൻ കുളിക്കാൻ കയറിയപ്പോഴാ ബാധ വന്നത്. വർത്താനം തുടങ്ങിയാൽ നിർത്തുകയില്ല. നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ ഒക്കത്തില്ല. വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം തളിക്കണം ബാധ വരാതിരിക്കാൻ. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം തളിക്കണം. 2, ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കണം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. 3, സങ്കേത നഗരം വിട്ട് പോകരുത്. നമ്മുടെ സങ്കേതം യേശുവാണ്. സ്തോത്രം. അവിടുന്ന് നമ്മുടെ സങ്കേതം. യേശുവിനെ ഉപേക്ഷിച്ച് യേശുവിനെ വിട്ട് നീ എങ്ങും. അതിന്റെ വാക്യമാണ് സംഖ്യാ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 1 മുതൽ 25 വരെ ആ കാര്യം രേഖപ്പെടുത്തി. 3, വേർപാട് ആചരിക്കണം. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂടെ. അത് വേർപാട്. ബാധ വരാതിരിക്കാൻ വേർപാട് ആചരിക്കണം. കാണുന്നിടത്തെല്ലാം പോയി തലയിട്ട് കാണുന്നതും കണ്ടതും എല്ലാം മേടിച്ച് കഴിച്ച് കിറിയും തൂത്ത് ഞായറാഴ്ച പമ്മി വന്ന് സഭായത്തിന് ഇരിക്കുക. നേർച്ച സാധനം മേടിച്ചു തിന്ന്, അരവണപ്പായസം തിന്ന്, മലരും കഴിച്ചു, അവലും കഴിച്ചു. അങ്ങനെയൊക്കെയുള്ള പെന്തിക്കോസുകാരുണ്ട്. കഴിക്കുന്നവർ കഴിച്ചോട്ടെ, ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമായി പറയാൻ. സ്തോത്രം. വളരെ സൂക്ഷിക്കണം. വേർപാട് നല്ലതുപോലെ ആചരിക്കണം. പിള്ളേരെ ഒരിക്കൽ ഡാൻസിനും വിട്ട് യൂത്ത് ഫെസ്റ്റിവലിന് അവള് നന്നായിട്ട് കളിക്കും പാസ്റ്ററെ. അവള് നന്നായിട്ട് ഡാൻസ് കളിക്കും. കണ്ണുമൊക്കെ എഴുതി പൊട്ടുമൊക്കെ തൊട്ട് മറുകുമൊക്കെ തൊട്ട് അവിടെ ചിലങ്ക ഇപ്പോഴും ഞങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാനും ഒന്ന് അമ്മ പറയുന്നതാ, പെന്തിക്കോസുകാര് ഇതൊന്നും ചെയ്യരുത്. ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമായി പറഞ്ഞു.
മറ്റുള്ളവരെ ചെയ്യുന്നെങ്കിൽ അവർക്ക് അതിന്റെ പ്രമാണം അറിയത്തില്ല. നമുക്ക് പ്രമാണമുള്ളതാ. സ്തോത്രം, സ്തോത്രം. കർക്കശമായി വേർപാട് പാലിക്കണം. വേർപാട് ആചരിച്ചില്ലെങ്കിൽ ബാധയുണ്ടാകും. ദൈവത്തിന് മഹത്വം. അടുത്തത് 5, നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, വീടിന് പുറത്തിറങ്ങരുത്. ഏത് വീടെന്ന് ചോദിച്ചാൽ, കുഞ്ഞാടിനെ അബീബമാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് രക്തത്തളി ആചരിച്ചിരിക്കുന്ന വീടുണ്ട്. ആ വീടിന് പുറത്തിറങ്ങി പോകരുത്. കുഞ്ഞാടിന്റെ രക്തം ആ വീടിന് തേച്ചിരിക്കുകയാണ്, തളിച്ചിരിക്കുകയാണ്. ആ വീട് വിട്ട് പുറത്ത്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 22, 23 വാക്യങ്ങളിൽ ആ ഭാഗം കിടപ്പുണ്ട്. വീടിന് പുറത്ത് ഇറങ്ങരുത്. നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, നമ്മോടുള്ള ബന്ധത്തിൽ ദൈവസഭ ഒരു വീടാണ്. ഇതിന് വെളിയിൽ നീ പോകരുത് എന്ന് പറഞ്ഞാൽ, നീ സഭയ്ക്കകത്ത് നിൽക്കണം. ഈ സഭയിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത് ഇത് വൈരാഗ്യത്തിന്റെ മാർഗമല്ലെന്ന്, ഇത് സ്നേഹത്തിന്റെ മാർഗമാണ്. സ്തോത്രം, സ്തോത്രം. വേറെ ദിവസം ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ നേരത്തെ നമ്മുടെ കൂടെ കൂട്ടാൻ ഒരു സഹോദരനെ കണ്ടോണ്ട് ഇങ്ങനെ വെട്ടി. ഞാൻ വെട്ടുകയല്ല, കാരണം നമ്മൾ ആവശ്യമില്ലാത്തൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ വെട്ടേണ്ട കാര്യം ആവശ്യമില്ലാത്ത ഞാൻ പറയത്തുമില്ല. ഈ പറയുന്നവർക്കും ചെയ്യുന്നവർക്കും കാണുമ്പം എനിക്ക് ഒരു വെട്ടലുമില്ല. ഞാൻ ചോദിച്ചു, വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പുറകോട്ട് എന്തുകൊണ്ട് വിശേഷം? കുഴപ്പമില്ല. ഇത് സ്നേഹത്തിന്റെ ആത്മാവല്ലേ? സ്തോത്രം. ഇത് സ്പർദ്ധയുടെ ആത്മാവല്ല. സ്തോത്രം. പാട്ട് പാടിയാ പോരാ. ഏത് പാട്ട്? സ്നേഹത്തിലൂടെയെല്ലാം, സ്നേഹത്തിലൂടെയെല്ലാം. അങ്ങനെ തന്നെയാണോ കാണുന്നത്? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ തിരിഞ്ഞു നിൽക്കട്ടെ ചില നേരം. 2, സ്നേഹത്തിൽ തന്നെയല്ല ചെയ്യുവാൻ. അങ്ങനെയാണോ ചെയ്യുന്നത്? അത് നിങ്ങൾ ചിന്തിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, സ്നേഹത്തോടാണ്. മനുഷ്യൻ ഇരിക്കാൻ പോലും അനുവദിക്കുക. അങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നു, ബാ. നിങ്ങൾ എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യണം. സ്തോത്രം. ഒരാളെ വീട്ടിൽ ക്ഷണിച്ചാൽ, അദ്ദേഹത്തെ ഭക്ഷണം കൊടുത്താൽ, അദ്ദേഹത്തോട് ഇടപെടുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, സഭയിൽ 2 പേർ തമ്മിൽ കൂടുമ്പോൾ, കൈ കൊടുക്കുമ്പോൾ എല്ലാം സ്നേഹത്തിലായിരിക്കണം. ദൈവ സഭയാകുന്ന ഈ ഭവനം വിട്ട് പുറത്തിറ. അതാണ് 5-ാമത്തെ പോയിന്റ്. 6-ാമത്, ബാധ വരാതിരിക്കാൻ എന്തോ ചെയ്യാം. ബാധ വരാതിരിക്കാൻ പാളയം വെടിപ്പുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ, നാം പാർക്കുന്നിടത്ത് പാളയത്തിൽ വൃത്തികേടൊന്നും, അത് ശരീരത്തിലും കുടുംബത്തിനകത്തും ആത്മീയ നിലവാരത്തിലും. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ദൈവത്തെ ആരാധിക്കുമ്പോൾ വീറും വൃത്തിയായിട്ട് വേണം ആരാധിക്കാൻ. ശുചിത്വം അത് അത്യാവശ്യമാണ്. നല്ലതുപോലെ ശുചിത്വം പാലിച്ചിരിക്കണം ദൈവമക്കൾ. നാം പാർക്കുന്ന ഭവനവും പരിസരവും, നാം ആരാധിക്കുന്ന ആലയവും പരിസരവും, നാമും എല്ലാം വെടിപ്പായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, ആരാധനയ്ക്ക് വരുമ്പോഴാണ് ഏറ്റവും യോഗ്യമായ വസ്ത്രം ധരിക്കേണ്ടത്. ഇത് ഞായറാഴ്ച പറയുന്ന ഈ ഷർട്ട്, ഇത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇട്ട, ഞായറാഴ്ച ഇട്ടുകൊണ്ട് തിങ്കളാഴ്ച അമ്മ കരുതുക. നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ലേ? ഇത് കഴിഞ്ഞ കല്യാണത്തിനൊക്കെ ഉടുത്തടാ, എന്നാ ഇത് ഞായറാഴ്ചയും കൂടെ ഉടുത്തേച്ച്, ഏതായാലും കഴുകണമല്ലോ. മിണ്ടുന്നില്ല ആരും. ഏനാന്നും എല്ലാരും പമ്മന്നേ. ഞായറാഴ്ച ആയിരിക്കണം ഏറ്റവും യോഗ്യമായിട്ട് വരേണ്ടത്. അപ്പൊ പാർക്കുന്ന ഭവനവും പരിസരവും ആരാധിക്കുന്ന ആലയമെല്ലാം വെടിപ്പായിരിക്കണമെന്ന്. ഇത് ആത്മീക വൃത്തി മാത്രമല്ല, ഭൗമികമായ വൃത്തിയും അത് അത്യാവശ്യമാണ്. അവിടെ പാളയം വെടിപ്പാകണം. കാരണം 2 കാര്യത്തിന് ആ ദൈവം പാളയത്തിലോട്ട് വരുന്നത്, നിന്റെ മധ്യ നടക്കുന്നത്. 1, നിന്നെ രക്ഷിക്കാൻ. 2, ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ. അങ്ങനെ 2 കാര്യത്തിന് സർവജ്ഞനായ ദൈവം നമ്മുടെ മധ്യേ നടകൊള്ളുമ്പോൾ ആ പാളയത്തിൽ വൃത്തികേടൊന്നും കാണരുത്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും,
ചെറിയ വീടാണെങ്കിലും വലുതാണെങ്കിലും അത് ഓരോരുത്തരുടെ സാഹചര്യത്തിൽ ദൈവം തരുന്ന ഉള്ളത് നീറ്റ് ആയിരിക്കണം. 5-6 മുറി പണിത് വെച്ച് തൂക്കാൻ തുടക്കിയില്ലെങ്കിലോ? ഈ സഭയിലെ ഏറ്റവും വലിയ വീട് ഞങ്ങളുടെ വീടാ. മേലോട്ട് കയറാൻ മേല, മാറാലയും ചുക്കിലി. സ്തോത്രം. സ്റ്റെയർ കേസ് കൂടെ കയറിയപ്പോ ഇവിടെ മുഴുവൻ ചെളി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് ഒരു മുറിയെ ഉള്ളെങ്കിലും അത് ചിലപ്പോ ഓലപ്പരയായിരിക്കും, മതി. അത് വൃത്തിയുള്ളതായിരിക്കണം. ഈ വൃത്തികേടായി കിടക്കുന്നിടത്ത് ദൈവസാന്നിധ്യം ഉണ്ടാകുകയല്ല. ഉണ്ടാകുകയല്ല. ചുമ്മാ കുഴഞ്ഞു കിടക്കുന്നിടത്തിൽ അങ്ങ് പ്രാർത്ഥിക്കുക. തൂക്കുകയില്ല, വാരുകയില്ല, തുടക്കുകയില്ല, തേക്കുകയില്ല, വെഴുകയില്ല, ഒന്നും ചെയ്യുകയില്ല. അവിടെ കിടന്ന് കുളിക്കുകയില്ല. ദൈവം വരികയല്ല. ദൈവം അങ്ങനെ വരുന്ന ആളല്ല. ആട്ടെ, ഞാൻ നിങ്ങളുടെ മുഖത്ത് ചിലർക്കൊരു മ്ലാനത പോലെ വരുന്നു. അതുകൊണ്ട് ഈ കാത്തിരിപ്പ് യോഗത്തിന് വന്നൊരു സങ്കടത്തോടെ തിരിച്ചു പോകണ്ട. ബാധ വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം, പ്രളയം വെടിപ്പുള്ളതായിരിക്കണം. സ്തോത്രം, സ്തോത്രം. പാർക്കുന്ന ഇടവും ആരാധിക്കുന്ന സ്ഥലവും എല്ലാം വെടിപ്പായിരിക്കണം. അങ്ങനെയുള്ളിടത്തെ ദൈവസാന്നിധ്യം വിളി. 2 കാര്യത്തിനാ ദൈവം വരുന്നത്. ആമേൻ, സ്തോത്രം. 1, ആമേൻ, നിന്നെ രക്ഷിക്കാൻ. 2, ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ. അങ്ങനെ ദൈവം നമ്മുടെ പാളയത്തിന്റെ മധ്യേ, നാം പാർക്കുന്ന മധ്യേ വരുമ്പോൾ അവിടെ എല്ലാം വെടിപ്പായിരിക്കണം. സ്തോത്രം. അതെ, ഞാൻ അധികം വിവരിക്കുന്നില്ല, വേഗത്തില് അങ്ങ് നിർത്താം, സമയത്തെയും ഭയപ്പെടുന്നു. സ്തോത്രം. 7, ബാധ വരാതിരിക്കാൻ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം ദൈവമക്കൾ. ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ദൈവം പറഞ്ഞു, എല്ലാവരും വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം. വീണ്ടെടുപ്പ് വില കൊടുക്കണം. കണ്ടോ? അപ്പോൾ ബാധ ഉണ്ടാകാതിരിക്കാൻ വീണ്ടെടുപ്പിന്റെ, അത് ധനവാനും കൊടുക്കണം, ദരിദ്രനും കൊടുക്കണം. കണക്ക് വെച്ചെന്ന് 1/2 ശെക്കൽ. അയ്യോ പാസ്റ്റർ, എനിക്ക് കാശും ഒന്നുമില്ല, ഞാൻ വളരെ ബുദ്ധിമുട്ട് കൂടാ, ഒക്കത്തില്ല. 1/2 ശെക്കൽ കൊണ്ടുവരണം. കൊണ്ടുവന്നേ നോക്കുള്ളൂ. എനിക്ക് കാശ് കണ്ടമാനമുണ്ട്, ഞാനൊരു 50 ശെക്കൽ വേണ്ട, 1/2 ശെക്കൽ മതി. ഇതിന്റെ പ്രമാണം എല്ലാവരും കൊണ്ടുവരണം. വീണ്ടെടുപ്പിന്റെ വില. നമ്മുടെ വീണ്ടെടുപ്പ് വിലയേറിയതാ. യേശു ക്രിസ്തുവാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ. അപ്പൊ സഭയിൽ വരുന്നവരെ കർക്കശമായി പാലിക്കണം. സ്തോത്രം. കാശില്ല, അയ്യോ ഞാൻ ബുദ്ധിമുട്ടില്ല, എനിക്ക് ജോലിയില്ല, കൂലിയില്ല, വേലയില്ല, പിന്നെ എന്നാ നിന്റെ പണി? എന്റെ പണി രാവിലെ ഇങ്ങനെ കസലിരുന്ന് കാലും വെച്ച് ഇങ്ങനെ വിറപ്പിക്കും. അതാ പണി. ഇവിടെ ജോലിക്ക് എന്തെല്ലാം സാധ്യതയുണ്ട്, ഇല്ലേ? ഇല്ലേ? പ്രായമുള്ള അപ്പനെയും അമ്മയും പിള്ളേരെ അമേരിക്കയിലും ഗൾഫിലും ആയതുകൊണ്ട് അവരെ നോക്കാൻ അവർക്ക് വരാനും ഒക്കത്തില്ല. ആൾക്കാരെ അവർ തപ്പി നടക്കുക. അത് നല്ല പരുവത്തിനുള്ളവരെ കിട്ടുകയാണെങ്കിൽ അവര് ചിലക്ക് നല്ല നയമാണ്. അങ്ങനെ നയത്തിൽ മാതാപിതാക്കളെ നോക്കുന്നവർ അവർ ചത്ത് കഴിയുമ്പോൾ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവര് പിന്നെ എനിക്കറിയാം. സ്തോത്രം. അത് ഇച്ചിരി നയം കൂടുതലാ. അങ്ങനെയുള്ളവരുണ്ട്. ചില വീട്ടുകാർക്ക് ചിലരെ ബോധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദേഹത്തെ ഉറുമ്പ് പോലെ തൂക്കാൻ രാവിലെ കളസ വിടുക. ഇങ്ങനെ അങ്ങ് എനിക്ക് ബുദ്ധിമുട്ടാ. നിനക്ക് എന്നാ ബുദ്ധിമുട്ട്? എന്തോ ബുദ്ധിമുട്ട്? നിങ്ങളിപ്പോ പാസ്റ്റർ ആര്യ? ഞാൻ ഒരാളെ അല്ല, മുഴുവനിടത്തിന് ഉന്നം വെച്ച. സ്തോത്രം. ഒരാളെ അല്ല. ഈ സാഹചര്യമില്ലേ? ഇഷ്ടം പോലെ സാധ്യത. അവിടെ പെട്രോൾ പമ്പിലാണെന്ന് തപ്പുന്നു. പുളിമൂട്ടിലെ സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്റേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ജോലിക്ക്. അല്ലെ, എല്ലാവർക്കും സാധ്യതയുണ്ടെന്ന്. സ്തോത്രം. സാധ്യത എവിടെ? സാധ്യതയില്ലാത്തത്. പണ്ട് തുരുത്തുമാലി ഉമ്മസാറ് പറയാൻ, കുഞ്ഞുമോനെ, നാളെ ഞാൻ കുഞ്ഞുമോനെ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ച തന്നെ ഉണ്ട്. പുള്ളി പറഞ്ഞു, സാറേ കാശില്ലാത്ത വിഡിത്തം പറയാതെ ജോലി ചെയ്താൽ കാശുണ്ടാകുകയല്ലേ സാറേ. വീടില്ലാത്ത കുഞ്ഞിന്
വിഡിത്തം പറയാതെ ഗവൺമെന്റ് ലോൺ കൊടുക്കുന്നുണ്ട് വീട് വെക്കാൻ, 4 ലക്ഷം 5 ലക്ഷം ഒക്കെ. വിഡിത്തം പറയാതെ പിന്നെ എന്നാ സാറേ? അപ്പൊ കുഞ്ഞവൻ പറയാ ഏറ്റവും വലിയ തകർച്ച എന്തോ സാറേ, പഠിക്കാനൊത്തില്ല. അയ്യോ, സ്കൂൾ ഇഷ്ടം പോലെ. ഗവൺമെന്റ് സ്കൂളിലാന്ന് ആൾക്കാർ പിള്ളേരെ ഓടിച്ചിട്ടാ പിടിക്കണം അവിടെ. കാരണം ടീച്ചേഴ്സിന്റെ ജോലി പോകാതിരിക്കാൻ എങ്ങനെയും 10 പിള്ളേരെ കിട്ടി. ഇപ്പം മുട്ട വരാ കൊടുക്കുന്നത്. നമ്മൾ കഴിച്ചപ്പം കഞ്ഞിയും പിന്നെ പയറും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കന്നിന് കാടി ഉണ്ടാക്കുന്ന പോലെ അത് ഒരു തന്ന് 2 ചിരട്ടത്തെ വലിയ തവി ഒരു തള്ളയെ അത് ഒരു തരുന്നത് ഒരു തവി. പിന്നെ നമ്മൾ കണ്ണ് കാണിക്കും. ഇപ്പൊ കൊച്ചുങ്ങൾക്ക് മുട്ട, പാല് അല്ലേ, സ്കൂൾ ഇഷ്ടം പോലെ ഇല്ലേ? ഇഷ്ടം. നീ പഠിക്കുകയല്ലെന്നേ ഉള്ളൂ. നീ എങ്ങനെയും ഉള്ള പുസ്തകം കത്തിച്ച് കളയണമെന്ന് പറഞ്ഞ സ്കൂളിനൊരു മഞ്ഞോ. അപ്പൊ ചോദിച്ചു പിന്നെ എന്നാ ഈ രക്ഷ ഇതിന്റെ കാര്യം എന്നാ? പുള്ളി പറഞ്ഞത്, കുഞ്ഞുവനെ, ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ച വിവരദോഷികളുടെ നടുവിൽ ജീവിക്കുന്നതാ. ഒരു താലൂക്കിലുള്ള മുഴുവൻ എണ്ണവും വിവരദോഷി, നീ മാത്രം വിവരമായിട്ട് അവിടെ ഒരു രക്ഷയുണ്ടാകുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, എന്ത് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത് അല്ലേ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. ചില ദൈവദാസന്മാർ പറയും, അയ്യോ എനിക്ക് ശുശ്രൂഷയൊന്നുമില്ല. ശുശ്രൂഷ തന്നെ ഒരാടെ മൊത്തം കുത്തകയാണോ? 1 ഇരുന്ന് പ്രാർത്ഥിക്കണം അവസരം കിട്ടുമ്പോൾ, 2 വേറെ പുസ്തകം വായിക്കണം, 3 പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ചോണം, 4 ഈ മറന്നു പോകുന്നുണ്ടെങ്കിൽ അത് കുറിച്ച് വെക്കണം, ഉഴപ്പരുത്. 2 പാട്ട് അറിയാം, 3 മറുഭാഷ അറിയാം, ഒരു പ്രാർത്ഥിച്ചൊരു ഫൽസനെ അറിയാം. അതുകൊണ്ട് നടന്ന രക്ഷപ്പെടുകയല്ല. ഇതുകൊണ്ട് ഇങ്ങനെ നടക്കാം. ഞാൻ അഹങ്കരിച്ച് പറയാന്ന് നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. നല്ലതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് ജാഗരിച്ചും പ്രാർത്ഥിച്ചും ആ കർത്താവ് ഇതുവരെ കൊണ്ടുവന്നത്, അത് ദൈവകൃപയാണ്. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ആ സമയങ്ങളെല്ലാം 3 വർഷം ബുധനും വെള്ളി ഞായർ ഉപവാസമായിരുന്നു. കാരണം എനിക്ക് ആ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും പരുവക്കേട് ഞാനാ. അതെ, ഒത്തിരി പരുവക്കേടുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമില്ല, വസ്ത്രം വേണ്ടതുപോലില്ല, പണമില്ല. സ്കൂളിൽ പഠിക്കാമെങ്കിലും ബുക്കും പേനയൊക്കെ വേണ്ടേ? ഒന്നുമില്ല, മാർഗമില്ല. സ്തോത്രം. അവധിക്ക് വീട്ടിലോട്ട് അങ്ങനെ പെട്ടെന്ന് ചെല്ലാനും ഒക്കത്തില്ല. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പെന്തിക്കോസിന്റെ ആരംഭ സമയമായതുകൊണ്ട്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ഇരുന്ന് ശരിക്കും പ്രാർത്ഥിക്കും, ഉറക്കമില്ല. ഒരു ബ്രാഹ്മണ സഹോദരൻ ഉണ്ടായിരുന്നു, മോഹനനാർ പോള്. ഇപ്പൊ എവിടാന്നറിയാൻ പറ്റും. കുറച്ചാൾ മുമ്പ് അദ്ദേഹം വലിയ പ്രതികൂലമാണ്, കാർത്തിക പള്ളിക്കാരനാ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ, വലിയ പ്രശ്നമാണ്. ഞങ്ങൾ 2 കൂടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഉറക്കമില്ല. രാത്രിയിലൊക്കെ ഇരുന്ന് പോരാടി പ്രാർത്ഥനയാണ്. സ്തോത്രം. അന്നേരം ആത്മീകത്തിന് ആ പ്രഥമ സ്ഥാനം, അതിന്റെ കീഴിൽ ആ വാക്യം മുഴുവൻ വിഷയവും. സ്തോത്രം. ദൈവമക്കൾ അങ്ങനെ ഒന്ന് നിന്നേ, ഒരു കുഴപ്പവും. നന്നായിട്ട് അധ്വാനിക്കണ്ടേ? നന്നായിട്ട് അധ്വാനിക്കണം. ഏത് വിഷയത്തിലും അധ്വാനിച്ചെങ്കിലേ അതിൽ കൂടി ലാക്ക് ലൂക്കോച്ചാന്ന് പറഞ്ഞ് നടന്നാലോ. സ്തോത്രം. രക്ഷപ്പെടുകയില്ല. ഞങ്ങൾ ദൈവദാസന്മാരാണെങ്കിലും നന്നായിട്ട് അധ്വാനിക്കണം. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കണം. പോരാടി പ്രാർത്ഥിക്കണം. എല്ലാറ്റിലും ഉപരി പ്രാർത്ഥനയാണ് അത്യാവശ്യം. അവസരം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചോണം. സ്തോത്രം. എനിക്ക് ചിലപ്പം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടില്ല, ദൂരോട്ട് വണ്ടിയെ പോകാന്ന് ഞാൻ വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന ഈ ഉഴപ്പരുത്. ഉഴപ്പിക്കഴിഞ്ഞാൽ അവസാനം കാലും കൈവിട്ട് അടിക്കരുത്. ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. അതെ, ഞാൻ ദീർഘമാക്കുന്നില്ല, കർത്താവിന് മഹത്വം. അപ്പോൾ ഇവിടെ ബാധ വരാതിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം. എല്ലാവരും കൊടുക്കണം. ദരിദ്രനും കൊടുക്കണം, ധനവാനും കൊടുക്കണം. ഞാൻ സഭയിലെ ഏറ്റവും പാവപ്പെട്ടവനാണ്. സ്തോത്രം. അവരെല്ലാം സഭയിലെ അങ്ങനൊരു തരംതിരിവില്ല. പാവപ്പെട്ടെങ്കിലും ദരിദ്രനാണെങ്കിലും നീ 6 ശെക്കൽ ഇവിടെ കൊണ്ടുവരണം. ധനവാനാന്ന് വെച്ചാൽ 50 ശെക്കൽ കൊണ്ടുവരിക വേണ്ട. എല്ലാവരും 6 ശെക്കൽ. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ
ദൈവാലയത്തിന് വേണ്ടിയാ, സമാഗമന കൂടാരത്തിന് വേണ്ടിയാണെന്ന് അതിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വായിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിർത്താം. അപ്പോൾ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം. എന്തിന്? ആമൻ, ബാധ വരാതിരിക്കാൻ. 8, ബാധ വരാതിരിക്കാൻ ആത്മീകമായി പഠിക്കുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. അത് യഹൂദനോട് കർക്കശ ഉപദേശം ദൈവം പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ ആൺകുട്ടികളെല്ലാം പരിച്ഛേദന ഏൽക്കണം. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ കർക്കശ പ്രമാണം ദൈവം കൊടുത്തു. ആ പരിച്ഛേദന പുറമേയുള്ള പരിച്ഛേദന അത് കർക്കശ പ്രമാണമാ, ബാധ വരാതിരിക്കാൻ. അത് ചെയ്യാഞ്ഞത് കൊണ്ടാ വഴിയിൽ പ്രശ്നം വന്നത്. അപ്പോൾ ആ മോശയുടെ ഭാര്യ സിപ്പോറ കൽക്കത്തി എടുത്ത് കുഞ്ഞിന്റെ അഗ്രചർമ്മം കണ്ടിച്ച് കാൽക്കലിട്ട്, നീ എനിക്ക് രക്തമണവാളൻ, സംഹാരകൻ എതിരിട്ട് വരിക. സംഭവം ആമേൻ പരിച്ഛേദന ഏൽക്കാതെ വന്നതുകൊണ്ട് വഴിയിൽ ശത്രുത്ത് വെച്ച് ആമേൻ വരികയാണ് കൊല്ലാൻ. അപ്പോൾ പെട്ടെന്ന് കർമ്മം നടത്തി, പരിച്ഛേദന നടത്തി. ഇത് യഹൂദന് കർക്കശമായി ദൈവം പ്രമാണം കൊടുത്തതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയ്യോ നമ്മൾ കുഴഞ്ഞു പോയില്ല. നമ്മൾ കുഴയണ്ട. നമുക്ക് ആത്മീക വിഷയങ്ങളിൽ വരുമ്പോൾ ശരീരത്തിന്റെ പരിച്ഛേദന പുറമെയുള്ള പരിച്ഛേദന അല്ല, ആന്തരിക പരിച്ഛേദന. യഹൂദന് പരിഗണനീയമായി ഇസ്രായേലിന് ഭാഗ്യമായ പരിച്ഛേദന പ്രമാണമാ, ബാധ വരാതിരിക്കാൻ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവമക്കൾക്ക് ബാധ വരാതിരിക്കാൻ ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടായിരിക്കണം. അതാ യെരമ്യാവും ആവർത്തനത്തിൽ വാക്യമുണ്ട്, ഹൃദയത്തിന്റെ അഗ്രചർമ്മം. അപ്പൊ ഹൃദയ പരിച്ഛേദന. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ബാധ വരാതിരിക്കാൻ ഹൃദയം നല്ലതാകണം. ഹൃദയത്തിനകത്ത് കുശുമ്പും പകയും വിദ്വേഷവും വൈരാഗ്യബുദ്ധി പിന്നെ അസൂയ വെച്ചോണ്ടിരുന്നാൽ സൂക്ഷം ബാധ വരും. കൂട്ടുവിശ്വാസത്തോട് അസൂയ, അയലത്തുകാരോട് അസൂയ, സഹോദരങ്ങളോട് അസൂയ, ശുശ്രൂഷകരോട് അസൂയ. ഒരാൾ നന്നായി ശുശ്രൂഷിക്കട്ടെ, ഉടനെ അസൂയ ഉള്ളവരുണ്ട്. ഉടനെ അപമാനം പറയാം, സേവയുണ്ടെന്നാ തോന്നുന്നു. അത് പാടില്ല. ഞാന് നാടൻ ഭാഷ പറയും, ഞങ്ങളുടെ അമ്മ പറഞ്ഞ, ആര് കുത്തിയാലും അരി വെളുക്കട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ സന്തോഷിക്കണം. സ്തോത്രം, സ്തോത്രം. ഏത് വിധേനയാണെങ്കിലും യേശുവിന്റെ നാമം മഹിമപ്പെടണം. അസൂയ പാടില്ല. ഈ ഹൃദയത്തിനകത്ത് ഈ അസൂയ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും കേൾക്കുകയെന്നുള്ള ബാധ ഉണ്ടാകും. കേൾക്കുകയല്ല, പിന്നെ കേൾക്കുകയല്ലെന്നേ ഉള്ളൂ, ബാധ. അപ്പുറത്തുകാരുടെ നമുക്ക് അസൂയ, അവര് മേളി പണിയുന്നു. എന്റെ ദൈവമേ, അവിടെ പറയാം, അമ്മമ്മ എനിക്ക് ഈ ദിവസങ്ങളിൽ ഉറക്കമേ, അത് ചിന്തിച്ചിരിക്കുക. അത് കാശ് എങ്ങനെ ഉണ്ടായി, എങ്ങനെ പണിയുന്നു, അവിടെ എങ്ങനെ ഇത് നടക്കും, പിടുത്തം കിട്ടുന്നില്ല. നേരിട്ട് ഇന്ന് യോജിക്കാനും. ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടായിരിക്കണം, ഹൃദയം നിർമ്മലമായിരിക്കണം. സങ്കീർത്തനക്കാരന്റെ പറ്റി ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാ. യേശുവും പഠിപ്പിച്ച അങ്ങനെ, ഹൃദയശുദ്ധിയുള്ളവർ അവരാ ദൈവത്തെ കാണുന്നേ. ഹൃദയത്തിന് ഞാൻ വിവരിക്കുന്നില്ല, ഹൃദയത്തിന് പരിച്ഛേദന, ദൈവത്തിന് ബാധ വരാതിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഓടിച്ചങ്ങ് നിർത്താം. അടുത്തത് 9, ബാധ വരാതിരിക്കാൻ ഇങ്ങനെ ചിന്തിക്കുന്നതാ, യെരുശലേം വിട്ടു പോകരുത്. ബാധ വരാതിരിക്കാൻ യെരുശലേം വിട്ട്, അത് ശലോമോൻ തന്റെ ദാസനോട് പറയുന്ന ഭാഗമാണ്. ശിമയി പണ്ട് ദാവീദിനെ പ്രാഗി ശപിച്ചു, പൂടിയും കല്ലുമെല്ലാം മാരി എറിഞ്ഞു. ദാവീദ് തിരിച്ച് യോർദാൻ കടവ് വന്നപ്പോൾ ശിമയും വന്നു. അന്നേരം പറഞ്ഞു, അച്ഛാ, അന്നേരത്തെ ആ ദുർബല നിമിഷത്തിൽ ഞാൻ ഏതാണ്ട് പറഞ്ഞു, എന്നോടങ്ങ് ക്ഷമിക്കണം, മാപ്പാക്കണം, പൊറുക്കണം. ദാവീദ് പറഞ്ഞ, ആ പോട്ടെ. ദാവീദ് അങ്ങ് യോർദാൻ. പക്ഷെ ദാവീദ് മരിക്കാറായപ്പോൾ ശലോമോനെ വിളിച്ചേച്ച് പറഞ്ഞു, അവനെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. ഇവനിങ്ങനെ നിരപ്പൊക്കെ പ്രാപിച്ചെങ്കിലും എനിക്കൊന്നുമില്ല എന്നോട്, പക്ഷെ ഇവൻ നല്ല വിഷവാന്ന് പറഞ്ഞു.
ഇപ്പം വെറുതെ പറഞ്ഞതാ, എനിക്ക് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഈ ഉപവാസ പ്രാർത്ഥന അങ്ങനെ ചില പറഞ്ഞതേ, ഈ ഉപവാസ പ്രാർത്ഥന ദിവസങ്ങൾ ഉപവസിക്കാൻ ഞാനും കർത്താവിൽ ശരണപ്പെടുന്നു. എൻ്റെ വാക്കിലോ നോട്ടത്തിലോ സംസാരത്തിലോ ചിന്തയിലോ നോട്ടത്തിലോ നിരൂപണത്തിലോ ഇടപാടിലോ സമീപനത്തിലോ ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ദൈവങ്ങൾക്ക് ക്ഷമിക്കണം. എനിക്ക് ആരോടും ഒന്നുമില്ല. എല്ലാവരും എൻ്റെ നിലനിൽപ്പിനെ ഓർത്ത് എന്തോന്നിപ്പാ ഇവന്റെ ഉള്ളം അറിയുന്നവൻ ദൈവമാണ്. തമ്പുരാന് മനസ്സിലായി ഇവൻ വെറുതെ ഡാവ് പറയാനതാ, ഇവൻ ശരിയല്ല. ദാവീദ് മോനോട് പറഞ്ഞു കൊടുത്ത് എന്നെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. അവൻ നല്ല വിഷമാന്ന് പറഞ്ഞു. അവനെ പറഞ്ഞു, നീ ബുദ്ധിമാനല്ലേ, മോനോട് പറഞ്ഞു കൊടുത്ത്, നീ നല്ല ബുദ്ധിയല്ലേ. അപ്പനറിയാം ഇവൻ നല്ല കിഴിഞ്ഞ ബുദ്ധിയാണ്. ശലോമോൻ ഇവനെ വിളിച്ചു പറഞ്ഞു, പിന്നെ നിനക്ക് ഞാൻ യെരൂശലേമിൽ വീട് പണിത്, നീ ഇവിടെ താമസിച്ചാണ്, യെരൂശലേം വിട്ട് പോകരുത്. നിങ്ങൾ പിന്നത്തേത് വേറെ പുസ്തകം വായിച്ചാൽ മതി, ഒന്ന് പ്രസംഗിക്കാൻ നേരമില്ല. ഇപ്പം പിന്നെ യെരൂശലേം വിട്ട് പോയി, അവന്റെ ഗതികേട് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അവന്റെ കഴുത പോയെന്നും പറഞ്ഞ് അവൻ തോട് കിടന്ന് അക്കരെ കയറി. എടാ, ജീവനാന്നോ വലുത് കഴുതയാന്നോ? നിത്യജീവനല്ലേ വലുത്? ഇവിടുത്തെ വീടല്ലല്ലോ വലുത്, വണ്ടി അല്ലല്ലോ വിഷയം, പൈസ അല്ലല്ലോ വിഷയം. അത് വേണ്ടെന്നല്ല. വണ്ടി ആവശ്യം, വീട് ആവശ്യം, പൈസ ആവശ്യം, വസ്ത്രം ആവശ്യം, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് അടിസ്ഥാനപരമായതല്ല ആവശ്യമാണ്. പക്ഷെ അതിലെല്ലാത്തിലുപരി നിത്യജീവനാ വലുത്. നിത്യജീവന് ഭംഗം വരുന്ന ഒന്നും തേടി നീ യെരൂശലേം വിട്ടു പോകരുത്. തമ്മിൽ ഇണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം. എന്താ യെരൂശലേം വിട്ടു പോകരുതെന്ന് പറയാനുള്ള ആത്മീക പാഠം? അവിടെ ആരാധന, അവിടെ യാഗപീഠം, അവിടെ പുരോഹിതന്മാർ, അവിടെ ദൈവാലയം, അവിടെ ആ ഷെക്കേന, അവിടെ ആ കാഴ്ചയപ്പത്തിന്റെ മേശ, അവിടെയാണ് ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത്, അവിടെ തേജസ് ഇറങ്ങുന്നത്. ആ യെരൂശലേം വിട്ട് നീ പോകരുത് എന്ന് പറഞ്ഞ ദൈവസന്നിധി വിട്ട് നീ പോകരുത്. ദൈവിക സാന്നിധ്യം വിട്ടേച്ച് നീ ഓടരുത്. സ്തോത്രം, സ്തോത്രം. ഞാന് ദീർഘമാക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. യെരൂശലേം വിട്ടു പോയ ഒരുത്തന്റെ ഗതികേട് അറിയാമല്ലോ, ഇല്ലേ? യെരൂശലേം വിട്ടു പോയ ഒരുത്തന്റെ ഗതികേട് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഒന്ന് ചിന്തിച്ച് പറ. യോടി, യെരൂശലേം വിട്ടുപോയ ഒരുത്തന്റെ ഗതി അറിയാവോ? നിങ്ങളിപ്പോ എന്തൊക്കെയാ, ആരൊക്കെയാ പോയത്, എവിടൊക്കെയാ? വായിച്ചേ ലൂക്കോസ് 10:30 വായിച്ചേ. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ, കണ്ടോ ഗതികേട്? യെരൂശലേം വിട്ടു പോയവന്റെ ഗതികേടാ. വ്യാഖ്യാനിക്കുന്നില്ല, നേരമില്ലാത്ത കൊണ്ടാ. ഇവൻ യെരൂശലേം വിട്ട് നേരെ യെരിഹോവിലോട്ട് പോവുക. കള്ളന്മാരുടെ അവര് വസ്ത്രമല്ല മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി. ഗതികേട് കണ്ടോ? വഴി കിടക്കുക. നീ യെരൂശലേം വിട്ടു പോയാൽ, ദൈവസാന്നിധ്യം വിട്ടു പോയാൽ മുറിവേൽക്കും, വസ്ത്രം കാണാതെ വരും, അർത്ഥപ്രാണനാകും, കള്ളന്മാരുടെ കയ്യിലായിരിക്കും നീ പെട്ടുപോകുന്നത്. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ആത്മീക യെരൂശലേം വിട്ടു പോകരുത്. ഞാൻ ദീർഘമാക്കുന്നില്ല, കർത്താവിന്റെ മുഖത്ത് സമയത്തെ അല്പം അതിക്രമിച്ചല്ലോ, അതുകൊണ്ടാ. യെരൂശലേം വിട്ട് ദൈവമക്കൾ പോകരുത്. ഈ കൂട്ടായ്മയിൽ തന്നെ നിന്നോണം, ഈ ആരാധനയിൽ നിന്നോണം. ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും മുടങ്ങരുത്. 10 ബാധ വരാതിരിക്കാനുള്ള 10ാമത്തെ കാരണം, അത് വായിച്ച് വേഗത്തിലങ്ങ് നിർത്താം. ശാമുവേലിന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ മധുരഗായകന് ആത്മാവൊക്കെ ഉള്ള ആളാ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത ഈ തോന്നലെല്ലാം ദൈവികമല്ല. ചില ചുമ്മാ പറഞ്ഞില്ലേ, ദൈവാത്മാവിനോട് ചുമ്മാ ദൈവന്റെ മനസ്സിലാണ്ട് തോന്നിയതാ, അല്ല ദൈവാത്മാവാണ്. പണ്ട് സ്ഥലം പറയുന്നില്ല, ഒരാൾ വന്ന് രാവിലെ വന്ന് അവർ 2 കൂട്ടരും ഉള്ളത് കൊണ്ട് ഞാനിപ്പം പറയുന്നില്ല.
ഒരാൾ വന്ന് പറഞ്ഞു, നമുക്ക് വേണ്ടപ്പെട്ട ഒരു വീട്ടിലാണ്, രാവിലെ വന്ന് പറഞ്ഞു, അച്ചായനോട് പൈസ കടം ചോദിച്ചോളാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്. അപ്പൊ അച്ചായൻ പറഞ്ഞു, കുഞ്ഞോച്ചാൻ പറഞ്ഞു, എന്നിട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞില്ലല്ലോ നിനക്ക് തരുന്ന കാര്യമൊന്നും. ദൈവാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് വന്നേ അത് രണ്ടുപേർക്കും വെളിപ്പെടുത്തണ്ടേ? അത് ദൈവാത്മാവിനെ എന്തിനാ കൂട്ടുപിടിക്കുന്നേ? അതാ വിഷയം. പൈസ ചോദിച്ചതോ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുന്നതോ അല്ല വിഷയം. ദൈവാത്മാവിനെ എന്തിനാ ഇതിനകത്ത്? അവന് രാത്രി കിടന്നപ്പോ ചോന്നി പുള്ളിയുടെ കാശ് കാണിച്ചിട്ട് കാശ് എന്ന് അത്ര അങ്ങ് പറഞ്ഞാൽ പോരാ. അച്ഛാ എനിക്ക് തോന്നി അച്ഛനോട് ഇച്ചിരി കാശ്, അത്രയും പറഞ്ഞാൽ മതി. അതിന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് പറഞ്ഞില്ല, അതുകൊണ്ട് എന്നോട് പറയുന്നത് വരെ കാത്തിരിക്കട്ടെന്ന് പറഞ്ഞു. നമ്മുടെ സ്വന്തം ആശയവും സ്വന്തം ഇഷ്ടവും സ്വന്തം താല്പര്യത്തിന് ദൈവാത്മാവിനെ കൂട്ടുപിടിക്കരുത്. നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം ദൈവാത്മാവല്ല, തോന്നലുകൾ ഉണ്ടാകും. അവിടെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം, ഇപ്പൊ ഭാഗത്തോട്ട് പോകുന്നില്ല. ഇങ്ങനെ എണ്ണാൻ തോന്നിപ്പിച്ചു. ഇത് ദൈവത്തിന് ഇഷ്ടമായില്ല. ദൈവം ഇത് കോപിച്ചിട്ട് 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒടുവിൽ ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ തന്നെ വീണോളാം. 3 ദിവസത്തെ മഹാമാരിയാണ്. അയ്യോ, മഹാമാരി അങ്ങോട്ട് ദൂതനങ്ങോട്ട് ഇറങ്ങി പ്രശ്നങ്ങളായ ആൾക്കാർ മാറ്റപ്പെടുന്ന പ്രശ്നം. അപ്പോൾ അവസാനം ദൈവം അനുദപിച്ചു, ഈ വിഷയത്തിന് പരിഹാരം കൊടുക്കണം. അപ്പൊ ദൂതൻ വന്ന് നിന്നത് ഒർണാന്റെ കളമാ, അതാ അഡ്വനയുടെ കളത്തിലാണ് ദൂതൻ വന്ന് നിന്നത്. തമ്പുരാൻ പറഞ്ഞൊരു കാര്യം, അവിടെ യാഗപീഠം പണിയാൻ പറഞ്ഞു. അങ്ങനെ യാഗപീഠം, ഒർണാന്റെ കളം അല്ലെങ്കിൽ അഡ്വനയുടെ കളത്തിൽ യാഗപീഠം പണിയുമ്പോൾ ബാധ മാറും. ഞാൻ വിശദീകരിക്കുന്നില്ല, അങ്ങ് നിർത്തുക. ദാവീദ് ആ കളം ചെന്ന് ചോദിച്ചു, എനിക്ക് കളം തരാൻ പറഞ്ഞു. അപ്പൊ ഒർണാൻ അല്ലെങ്കിൽ അരുവന പറഞ്ഞു, അയ്യോ ഞാൻ കാശിന് തരാനോ? ഞാൻ കാശിന്? പണ്ട് ഒരുത്തനെ ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്ന് പറഞ്ഞു, ഒരു ഭാഷ, ഒരു അനാവശ്യമാ പറഞ്ഞത്. അനാവശ്യം ആ പദം ഞാനിപ്പോ പറയുന്നില്ല, എനിക്ക് ആശയം വരുന്ന പദം. ഞാൻ ഈ ചന്തയിൽ ഒരുത്തനും എന്നിട്ടൊരു ഭാഷ പറഞ്ഞു, അങ്ങനെയുള്ള ഒരുത്തനും 1 രൂപ പോലും കൊടുക്കാൻ ഇല്ല. ആ പറഞ്ഞ ഭാഷ അങ്ങ് പറയാം, തെറിയ. എന്നാലും നിങ്ങൾ പറയാം, അയ്യോ ഭാഷ ഇപ്പൊ അങ്ങ് തെറി തന്നെ പറഞ്ഞ വേറെ പുസ്തകത്തിൽ വാക്യവും കൂടെ ഉള്ളതിന്റെ വെളിച്ചത്തിൽ ബലത്തിൽ. കാരണം ഇങ്ങനെയാണല്ലോ നീതിമാന്റെ സന്തതി. അതിന് വേറൊരു മലയാള ഭാഷ കൊണ്ട് തെണ്ടി നടക്കുക, അങ്ങനെയുണ്ട്. അപ്പൊ ആ പദം ആ പുള്ളിത്, ഞാൻ ചന്തിക്ക് 1 രൂപ. അപ്പൊ കടയിലുള്ള ഒരാളിറങ്ങി വന്ന്, എടാ നീ എനിക്ക് 500 രൂപ തരാനില്ല. അയ്യോ, വേവിച്ച തെണ്ടിയാന്നോ? ചന്തയിലെ അന്തസ്സുള്ള ആളല്ലേ, നല്ല തറവാട്ടിപ്പെട്ട ആള്, വേവിച്ച തെണ്ടിയാന്നോ? പുള്ളി പറഞ്ഞ തെണ്ടിയാന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ തെണ്ടിക്ക് കൊടുക്കാനില്ലെന്നാ പറഞ്ഞു. എങ്ങനെയുണ്ട് പുള്ളിയുടെ ബുദ്ധി? ദാവീദ് എന്ന് പറഞ്ഞു, ഈ കളം എനിക്ക് തരാൻ പറഞ്ഞു, വിലക്ക്. അയ്യോ, എന്തോ വർത്താനം, വിലക്കോ? ഞാന് ചെലവ് കൂടാതെ യാഗം കഴിക്കുകയല്ല എന്ന് പറഞ്ഞ നാടൻ ഭാഷ പറഞ്ഞ ഞാൻ സൊളിവിലൊന്നും ചെയ്യത്തില്ല, അത് ശീലിച്ചിട്ടില്ല. പണ്ട് VT ജോസഫ് അപ്പച്ചൻ പറയായിരുന്നു, മാത്തനൊരു പോത്ത് സൊളിവിൽ, മാത്തനൊരു പോത്ത് സൊളിവിൽ. സൊളിവുകാരും രക്ഷപ്പെടുകയല്ല. ദൈവത്തിന് മഹത്വം. ഞാൻ ചെലവ് ചെയ്ത് യാഗം കഴിക്കൂ, ചെലവാക്കിയ യാഗം കഴിക്കൂ. ആ കളം അങ്ങോട്ട് കൊടുത്തു. അത് 50 ശെക്കൽ അങ്ങോട്ട് എണ്ണി കൊടുത്തു. ആ കളം ഇനി വിലയ്ക്ക് വാങ്ങി. അവിടെ ഒരു യാഗപീഠം പണിതു. അത് ആരാധനയെ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബാധ മാറണമെങ്കിൽ ഇന്ന് രാത്രി ഒടുവിലത്തത് ആരാധന വെളിപ്പെടണം. നീ ചെലവ് ചെയ്ത് ദൈവത്തെ ആരാധിക്കണം, ചെലവാക്കി ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ സകല ബാധ മാറും. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധക കൂടാരത്തിൽ അടുക്കത്തില്ല. യാഗപീഠം ആരാധനയെ കാണിക്കുന്നതാ. ദൈവമക്കൾ നൃത്തം ചെയ്ത് ആത്മബലത്തിൽ ദൈവത്തെ ആരാധിച്ചാൽ സകല ബാധകളെ ദൈവം മാറ്റും.